നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ് അച്ചപ്പം. അപ്പൊ അതിന്റെ കറക്റ്റ് രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. നമ്മൾ അരിയൊക്കെ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ട് പൊടിച്ച് ഒക്കെയാണ് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു അച്ചപ്പത്തിന്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് അച്ചപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അച്ചപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ടയൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മുട്ടയും ചേർത്ത് ഇതൊന്നും കൂടി നല്ലപോലെ നമുക്ക് യോജിപ്പിക്കാം. അപ്പൊ ഇനി ഇത് നമുക്ക് അച്ചപ്പം തയ്യാറാക്കാനുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പൊ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോ ഇവിടെ 2 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് എടുത്തു വെച്ചേക്കുന്നത്. അപ്പൊ ഇത് ഞാൻ 2 കപ്പ് ചിരകിയ തേങ്ങയിൽ നിന്നും കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ അത് 2 കപ്പ് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം ഉള്ളതാണ് ഇത്. ഇത് 2ാം പാലാണ്. ഇത് 1 കപ്പുണ്ട്. അപ്പൊ നമ്മൾ 1ാം പാൽ ഒഴിച്ച് കൊടുത്ത് കലക്കിയിട്ട് വേണമെങ്കിൽ മാത്രം നമ്മൾ 2ാം പാലിൽ നിന്ന് ചേർത്ത് കൊടുക്കാൻ മതി. അപ്പൊ ഇതുപോലെ നമ്മൾ ഇങ്ങനെ നമുക്ക് അതിന്റെ കറക്റ്റ് ഒരു ബാറ്റർ ലെവലിൽ ഞാൻ കാണിച്ചു തരാം. അത് ആകുന്നത് വരെ നമുക്ക് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്കിത് കലക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ ആ 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ നമ്മൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ചും കൂടി ഒരു ലൂസ് വേണം. അപ്പൊ നമുക്ക് 2ാം പാലിൽ നിന്ന് കുറച്ചൊഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പൊ ഇനി ഒഴിക്കുമ്പോൾ കൂടരുത്, വളരെ കുറച്ച് ഒഴിച്ച് നോക്കുക. ഇപ്പൊ ഇവിടെ നമ്മുടെ അച്ചപ്പത്തിന്റെ ബാറ്റർ നമ്മൾ കറക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളൊരു ദോശമാവിന്റെ പരുവത്തിലാണ് ബാറ്റർ റെഡിയാക്കിയേക്കുന്നത്. നമ്മൾ 2ാം പാലിൽ നിന്ന് 1 കപ്പ് എടുത്ത് വെച്ചതിന് 1/4 കപ്പാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് നമ്മളൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കും. നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ കുറച്ചും കൂടി ഇത് ചിലപ്പോൾ തിക്കാകും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചുടുന്നതിന് തൊട്ട് മുമ്പായിട്ട് പാലിൽ നിന്ന് കുറച്ചും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ എന്തായാലും നമ്മൾ ചേർക്കുന്നില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പൊ മഞ്ഞപ്പൊടി ഇടുമ്പോൾ കൂടാതെ ശ്രദ്ധിക്കണം, കുറച്ചിട്ടാൽ മതി. അതുപോലെ തന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടി, ഇത് 1/4 ടീസ്പൂൺ ആണ്. അതിന്റെ അകത്ത് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, അത്രയേ ഇടാവുള്ളൂ. അത് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ ഇട്ട് കൊടുത്ത മഞ്ഞപ്പൊടിയും സോഡാപ്പൊടിയും നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് അച്ചപ്പം തയ്യാറാക്കി എടുക്കാം. ഇപ്പൊ 15 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട്. അപ്പൊ കുറച്ചും കൂടി ഒന്ന് നമ്മുടെ ബാറ്റർ തിക്കായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ അത് അറിയാൻ പറ്റും. നേരത്തേതിലും കുറച്ചും കൂടി തിക്കായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലോട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇനി ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചൊഴിക്കണം, ഒട്ടും കൂടരുത്. ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി ഒഴിക്കുക. അത് ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം പിന്നെ ചേർത്താൽ മതി. മിക്കവാറും ഈ ഒരു ടേബിൾ സ്പൂൺ മതി, കാരണം അതിന്റെ ആ ഒരു തിക്നെസ്സേ വന്നിട്ടുള്ളൂ. കാരണം കൂടുതൽ മാവ് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് അച്ചയിൽ മാവ് പിടിച്ച് കിട്ടുകയില്ല. അപ്പൊ ആ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ ബാറ്റർ കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം കലക്കി വെച്ച ആ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കരിഞ്ചീരകമാണ്, പിന്നെ 2 ടീസ്പൂൺ കറുത്ത എള്ള്. അപ്പൊ ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി നമ്മളിത് അച്ചപ്പം ചുട്ട് വരുന്നതിനനുസരിച്ച് ബാറ്റർ നമുക്ക് തിക്കായിട്ട് വരുന്നെന്ന് തോന്നുവാണെങ്കിൽ അന്നേരം നമുക്ക് ഇടയ്ക്ക് കുറേശ്ശെ പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ ഇനി ഒട്ടും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട. പിന്നെ നമുക്കിത് വേറൊരു ചെറിയ ബൗളിലേക്ക് കുറച്ച് മാവൊന്ന് എടുത്ത് വെക്കാം. കാരണം നമ്മൾ മൊത്തത്തിൽ നമ്മുടെ അച്ചു മുക്കുമ്പോൾ ചൂടുള്ള അച്ചു മുക്കുമ്പോഴത്തേക്കും ആ ബാറ്റർ പെട്ടെന്ന് ചൂട് പിടിച്ചിട്ട് കട്ടിയാകും. അപ്പൊ ഇതുപോലെ ചെറിയ ബൗളിലേക്ക് എടുത്തിട്ട് വേണം നമുക്ക് ഇതിൽ വേണം അച്ചുമുക്കി അച്ചപ്പം ചുടാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് അച്ചപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് എണ്ണ ചൂടാക്കി എടുക്കാം. അപ്പൊ എണ്ണ ചൂടാക്കുന്ന കൂടെ തന്നെ നമ്മൾ അച്ചപ്പം തയ്യാറാക്കാനുള്ള അച്ചും കൂടി ആ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കണം. അങ്ങനെ വെച്ച് കൊടുത്ത് നന്നായിട്ട് അച്ച് ചൂടായതിനു ശേഷം മാത്രമേ അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങാവുള്ളൂ. ഇപ്പൊ ഇവിടെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ അച്ചും നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ അച്ചെടുത്ത് നമ്മൾ എടുത്ത് വെച്ച പൊടിയിലേക്ക് മുക്കി വേണം നമുക്ക് അച്ചപ്പം ചൂടാൻ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ പൊടി ഒന്നുകൂടി നമ്മൾ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇടയ്ക്കൊന്ന് നമ്മൾ അച്ച് മുക്കുന്നതിന് മുമ്പായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ അച്ച് ഇതിലേക്ക് മുക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ അച്ചെടുത്തിട്ട് ഇതിലേക്ക് മുക്കി കൊടുക്കാം. അപ്പൊ മുക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു 1/4 ഭാഗം മാത്രമേ മുക്കാവുള്ളൂ, ഫുള്ളായിട്ട് മുങ്ങി പോകരുത്. അതിനുശേഷം നമുക്ക് ഇത് എണ്ണയിലേക്ക് വെച്ച് കൊടുത്തിട്ട് പതുക്കെ ഇതൊന്ന് അനക്കി കൊടുക്കുക. അത് കണ്ടോ, കറക്റ്റ് ആയിട്ട് നമുക്ക് അതങ്ങ് വിട്ട് കിട്ടും. അതിനുശേഷം വീണ്ടും നമ്മൾ അച്ച് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ അച്ച് വീണ്ടും ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ പൊടിയിലേക്ക് മുക്കി അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാവുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിൽ പിടിച്ചു കിട്ടുകയില്ല. അപ്പൊ കുറച്ചൊന്ന് ഇതായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ആ വശം ഒന്ന് മുറുകി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കാം. കാരണം അടിഭാഗമാണ് കൂടുതൽ നമുക്ക് മുറുകി കിട്ടേണ്ടത്. ഇനി വീണ്ടും നമുക്ക് ഈ അച്ചെടുത്ത് പൊടിയിലേക്ക് മുക്കാം. ഇപ്പൊ ആദ്യത്തെ നമുക്ക് പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കങ്ങ് കോരിയെടുക്കാം. അടുത്തത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
അപ്പൊ ഇതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന മുഴുവൻ ബാറ്ററും വെച്ച് അച്ചപ്പം റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ പൊരിച്ച് കഴിയുമ്പോൾ ഇതുപോലുള്ള ചെറിയ ഇത് അച്ചപ്പത്തിന്റെ നമ്മൾ ആ പൊടിയിൽ നിന്ന് വീഴും. അപ്പൊ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോരി മാറ്റണം. അതല്ലെങ്കിൽ നമ്മൾ നമ്മൾ അച്ച് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇത് അതിലോട്ട് പറ്റി പിടിച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അച്ചപ്പം വിട്ട് കിട്ടത്തില്ല. അപ്പൊ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഒരു പാടില്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതുപോലെ തന്നെ അച്ഛൻ നമ്മൾ തലേന്ന് നമുക്ക് ഇന്നിപ്പോ അച്ചപ്പം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ തലേ ദിവസം തന്നെ നമുക്ക് അച്ചൊന്ന് പുളി വെള്ളത്തിൽ നമ്മുടെ വാളംപുളി എടുത്ത് അത് കുറച്ച് നല്ലപോലെ തിക്കായിട്ട് വെള്ളം പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് അതിൽ നമ്മുടെ അച്ചിട്ട് വെക്കണം. അങ്ങനെ ഒരു 2-3 മണിക്കൂർ അച്ചിട്ട് വെച്ചതിന് ശേഷം ആ അച്ച് നല്ലപോലെ നമ്മൾ തേച്ച് കഴുകി എടുത്തിട്ട് നമുക്ക് പൊരിക്കാനുള്ള എണ്ണ നമുക്ക് കുറച്ചൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അച്ചിട്ട് വെച്ചേക്കണം. എന്നിട്ട് വേണം പിറ്റേന്ന് നമ്മൾ ആ എണ്ണക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പൊരിക്കാനുള്ളതിലേക്ക്. എന്നിട്ട് നമുക്ക് ആ അച്ചും ഇട്ട് വെക്കുവാണെങ്കിൽ ഒട്ടും തന്നെ അച്ചയിൽ പൊടിയൊന്നും പറ്റി പിടിക്കാതെ നമുക്ക് കിട്ടും. അപ്പൊ ഇതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന മുഴുവൻ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ മുഴുവൻ അച്ചപ്പവും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ട അത്രയും പൊടി എടുത്താൽ മതി. നമുക്ക് ഇത്രയും അച്ചപ്പം നമ്മൾ റെഡിയാക്കി എടുത്തു. അപ്പൊ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. ഉണ്ടാ അപ്പൊ എല്ലാവരും ഒന്ന് അച്ചപ്പം ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.